അതായത് ഷാനിബ് അവിടെ നിന്നും പോന്നപ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോഴവിടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരൊരു ഭരണം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ നിൽക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണ വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മൈലേജ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഇതൊക്കെ സാധാരണ നിലയിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്നതിനപ്പുറത്ത് ഇതിന് ഗൗരവം കൊടുക്കേണ്ടതില്ല. പിന്നെ KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞാലും അവസാനം അതിലൊരു തീരുമാനമുണ്ടാകും. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല എന്ന നിലയിൽ കണ്ടാൽ ഷാനിബ് എങ്ങനെ അതിനോട് പ്രതികരിക്കും? ഞാൻ പറഞ്ഞോട്ടെ, ഫോണിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നേരത്തെ അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചത്. അയാൾ കുറേ അത് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിങ്ങൾ അവസരം തരണമായിരുന്നു. നിങ്ങൾ ചെയ്തത് അത് വളരെ മോശമായിപ്പോയി. എന്നിട്ട് ഇത്രയും നേരം അയാൾ CPM-നെ കുറിച്ചും എന്തൊക്കെയോ പറഞ്ഞ് അയാൾക്ക് പറഞ്ഞു പോകാനുള്ള അവസരം അത് ശരിയായില്ല. അതെ, ഞാൻ പറഞ്ഞത് ഒരു കാര്യം, ഈ കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്, കോൺഗ്രസ് അതിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 2 തവണ കോൺഗ്രസിനെ ജനങ്ങൾ പ്രതിപക്ഷത്തിരുത്തിയത്. എന്നിട്ടും അവർ പാഠം പഠിക്കുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. 2 തവണ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും 71 സീറ്റ് കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പും കോൺഗ്രസ് തോറ്റ തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ 3 തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ UDF-നെതിരായി വിധി എഴുതിയിട്ടും കോൺഗ്രസിനെതിരെ വിധി എഴുതിയിട്ടും അവർ ഈ ചക്കളത്തി പോരാട്ടം നിർത്താൻ തയ്യാറാകുന്നില്ല എന്ന് ജനങ്ങൾ വിലയിരുത്തുകയല്ലേ. അപ്പോൾ കോൺഗ്രസിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം എന്ന് പറയുന്നത് ഇതൊക്കെ കോൺഗ്രസിൽ സ്വാഭാവികമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് എന്ന് പറയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് വയനാട് വെച്ച് ചിന്തൻ ശിബിർ എന്ന പേരിൽ ഒരു ക്യാമ്പ്, കോൺഗ്രസിൻ്റെ ക്യാമ്പ് നടത്തിയിരുന്നു. 3 ദിവസമോ 4 ദിവസമോ മറ്റോ ആണ് ആ ക്യാമ്പ് നടന്നത്. ആ സമയത്ത് ഞാൻ ആ പാർട്ടി നിൽക്കുന്നയാളാണ്. ആ ക്യാമ്പിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു സെമി കേഡറിലേക്ക് പോകുന്നു എന്നാണ്. സുധാകരൻ KPCC പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അച്ചടക്കമില്ലാതെ പോകാൻ കഴിയില്ല, നമുക്ക് CPM-നോളം പറ്റിയില്ലെങ്കിലും ഒരു സെമി കേഡറെങ്കിലും ആകണം. അവർ ആ രീതിയിലേക്ക് എത്തുന്നത് ജനങ്ങൾ അവരെ പിന്തള്ളുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്, ജനങ്ങളെ അവരെ പുറന്തള്ളുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമം സുധാകരൻ നടത്തുമ്പോൾ ഇതേ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് ആ കാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയാണ്. അപ്പോൾ കോൺഗ്രസ് പല കാര്യങ്ങളും തീരുമാനിച്ച് നടപ്പിലാക്കുന്നില്ല എന്നത് എന്നെ ആശങ്കപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലല്ല ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്നാൽ പോലും നേരത്തെ റെജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ പുതിയ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് തന്നെ വിമുഖത തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവർ ഈ പോരാട്ടങ്ങൾ, ഈ കസേരകളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറയാനുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വയ്ക്കാനുണ്ടോ? ഇവരുടെ തമ്മിത്തല്ലും ഇവരുടെ ഈ കസേരവലിയും ഇവരുടെ ഈ വെട്ടും എല്ലാം കഴിഞ്ഞ് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എവിടെയാണ് സമയം? ഇപ്പം തന്നെ വിശ്വാസ സംരക്ഷണ യാത്ര എന്ന പേരിൽ അവർ നടത്തുകയാണ്. അവർ തമ്മിലുള്ള പരസ്പരം ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു സംഘടന വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കോമഡി യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ കണ്ടപ്പോൾ ഈ യാത്ര നടത്തുന്ന ക്യാപ്റ്റന്മാർ വരുമ്പോൾ ഇവർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ആളുകളെ സ്വീകരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടത്. കോൺഗ്രസ് എത്രത്തോളം അധപതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയാണല്ലോ, അല്ലാതെ അയ്യപ്പ ഭക്തരുടെ ഒരു പരിപാടിയായിട്ടല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ KPCC വൈസ് പ്രസിഡന്റും KPCC ആക്ടിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KPCC നേതാക്കൾ നടത്തുന്ന ജാഥയിലേക്ക് ആളുകളെ സ്വീകരിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന തമാശ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ പാറ്റേണിലാണല്ലോ ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഇവർ നേരിട്ടത്. അന്നും വിശ്വാസ സംരക്ഷണ ജാഥയോ ശബരിമല സംരക്ഷണ ജാഥയോ എന്ന പേരിൽ ഇതേപോലെ മേഖലാ ജാഥകൾ ഇവർ നടത്തിയിരുന്നു. ഇവർക്ക് 10 വർഷം ഒരു ഗവൺമെൻറ് ഈ നാട് ഭരിച്ചിട്ട് ആ ഗവൺമെൻറ്റിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും കൃത്യമായി ഉന്നയിക്കാൻ കഴിയാത്ത വിധം ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ല എന്ന നിലയിൽ അവർ ആയുധമില്ലാതെ നിൽക്കുമ്പോൾ വിശ്വാസ സംരക്ഷണ ജാഥ എന്ന് പറഞ്ഞവർ തെരുവിലിറങ്ങാണ്. എന്നിട്ട് അതുപോലും മാന്യമായി അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട് പുതിയ ആളെ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അനീതി, ഞാനിപ്പോൾ അത് അനീതിയാണെന്നും പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ്?
ഇതേ അനീതി ഇത് പുതിയൊരു കാര്യമേ അല്ല. ശ്രീ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് ഈ യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. 37 വയസ്സു പ്രായമുള്ള ആ സമയത്താണ്, 37 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് സ്വാഭാവികമായി ഭാരവാഹി അല്ലെങ്കിൽ സ്വാഭാവികമായി മെമ്പർഷിപ്പ് കട്ടാവും. ആ 37 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. അന്നും ഇതുപോലെ 4-5 വൈസ് പ്രസിഡന്റുമാരെ വയ്ക്കുന്നു. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നു എന്ന തരത്തിൽ ഈ പാർട്ടി പോകുന്നു എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ആ പാർട്ടിക്കകത്ത് ഇപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ചെറുപ്പക്കാർ അവർ ഈ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുക. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും നശിച്ചു പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റായിരിക്കുന്നയാൾ, പ്രതിപക്ഷ നേതാവായിരിക്കുന്നയാൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കുന്ന ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, അവർ ഈ ജനങ്ങളോട് കാണിക്കുന്ന നീതികേട്, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറയാനില്ലാതെ പരസ്പരം ഈ പാരവെപ്പും പരസ്പരം ഈ താൻ പോരിമ പ്രകടമാക്കലുമല്ലാതെ വേറെ എന്താണ് അവർക്ക് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവിനെ ഞാൻ മുൻപത്തെ കാര്യങ്ങളിലേക്ക് പോവല്ല, പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് വിളിക്കുന്നത് ഏത് ഭാഷ ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ പൊടിപ്പാറയെ പോലെയുള്ള ആളുകൾ കോൺഗ്രസ് നന്നാകണമെന്ന ആഗ്രഹമാണ് അങ്ങേക്കുള്ളതെങ്കിൽ ഇതൊക്കെ കോൺഗ്രസ്സിൽ സ്വാഭാവികമാണ്. കോൺഗ്രസ് അല്ലേ അങ്ങനെയൊക്കെ മതി എന്ന നിലയിൽ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് രക്ഷപ്പെടാത്തത്. ഏതാനും ചില കോക്കസുകൾ, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ കോക്കസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് കോൺഗ്രസിന് മുമ്പും ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഞാൻ പറയുന്നത് കോൺഗ്രസിൽ ഗ്രൂപ്പുകളുണ്ട് എന്നല്ല. ഇപ്പൊ ഏതാണ് ഗ്രൂപ്പ് അല്ലാത്തത് നമുക്കറിയില്ല. ഒരു കോക്കസ് ഉണ്ടാകുന്നു. അത് അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ കോക്കസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.